അപ്പോൾ ഗൗരി, നമ്മുടെ മുന്നിൽ ഇന്ന് വരാൻ പോകുന്ന പെർഫോമർ വെറും ഒരു പെർഫോമർ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. കാരണം നമ്മളെല്ലാവരും ഇൻസ്പയർഡ് ആവേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മളെല്ലാവരും ഓക്കെ അത് ശരിയല്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് വയ്യ, അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എക്സ്ക്യൂസസ് ആണ് നമുക്ക് എല്ലാവർക്കും. ആ ഒരു കാലഘട്ടത്തിൽ എന്താണോ നമുക്കുള്ളത് അതിൽ മികച്ചതാവാനായിട്ട് ശ്രമിക്കുന്ന, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമെന്നല്ല, ഒരു മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമാവാൻ പോകുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അലീമത്ത് ഷംന. ഹായ് 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 ഹായ്. സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, നമുക്ക് എന്തായാലും ചെയറിലേക്ക് ഇരുത്താം അല്ലേ? യെസ്. பிடித்ததை வாங்கச் சொல்லு, வெறுப்பதை நீங்கச் சொல்லு, புது வெள்ளம் புதுவாறு. അപ്പൊ ഷംനെ കാണുമ്പോ തന്നെ ഇപ്പൊ നമുക്ക് അവിടുന്ന് നടന്നു വന്ന എൻട്രിയിൽ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു. വളരെ പ്ലസന്റ് ആയിട്ട് എനർജറ്റിക് ആയിട്ടാണ് അവർ കടന്നു വരവ് തന്നെ. നല്ലൊരു ഡാൻസർ ആവണം, ഡാൻസിൽ എപ്പോഴും നല്ല രീതിയിൽ മുന്നേറണം, അതാണ് ഷംനയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലേ? ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഷംനയ്ക്ക് ഒരു അസുഖം, അതായത് ബൈ ബർത്ത് എല്ല് പൊടിയുന്നത് അല്ലേ? ആക്ച്വലി എന്താണ് ഡോക്ടേഴ്സ് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു അസുഖമാണ്, ഓസ്റ്റിയോജെൻസിസ് ഇംപെർഫെക്റ്റ എന്ന് പറയും. നമ്മളൊക്കെ ഇങ്ങനെ പെട്ടെന്നൊക്കെ എടുക്കുമ്പോഴേക്ക് എല്ല് ഫ്രാക്ചർ ആയി പോകും. അപ്പം അതിന് സർജറി ചെയ്യണം. 25 സർജറികളെ എനിക്ക് കഴിഞ്ഞു. 25 കൈക്കും കാലിനും ഒക്കെ ആയിട്ട്. അതിന് സർജറി ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഇരിക്കാനും ഇതാക്കാനൊക്കെ പറ്റും. അപ്പൊ അതിന് മുൻപ് ഇതുപോലെ ഇരിക്കാൻ പറ്റില്ല? ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എടുക്കുമ്പോഴൊക്കെ ഫ്രാക്ചറും ഇതൊക്കെ ആയിട്ട് സർജറി ചെയ്തൊക്കെ. നമ്മൾ ഒന്നൊന്ന് എടുക്കുമ്പോഴേക്കും അത്രയും ഒരു എല്ലുകൾ പൊടിയാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. എങ്ങനെയാണ് നിങ്ങൾ ഫാമിലി എല്ലാം അതിനെ ഓവർകം ചെയ്തതെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. 25 സർജറീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പം ഓരോ സർജറീസ് കഴിയുമ്പോഴും ഡോക്ടേഴ്സ് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തരാറുണ്ടായിരുന്നോ? ഇത് ഒരു സർജറി കഴിഞ്ഞാൽ 5 വർഷത്തേക്കാണ് ആ സർജറി സ്ത്രീകളോട്. 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും മാറ്റിയിടും. അപ്പോൾ അതുവരെ ഫ്രാക്ചർ ആവില്ല, അതിന്റെ സമയം കഴിഞ്ഞാൽ ഫ്രാക്ചർ ആവും, വീണ്ടും ആവും. അപ്പൊ ഇപ്പൊ എന്താണ് കറണ്ട് ഒരു സിറ്റുവേഷൻ എന്താണ്? 25 കഴിഞ്ഞല്ലോ, ഇനി വീണ്ടും ഫ്രാക്ചർ ഇല്ല. ഇപ്പൊ ഫ്രാക്ചർ നിന്നു. അത് ഓരോ ഏജ് ആവുമ്പോഴേക്ക് ഫ്രാക്ചർ നിൽക്കും. അത് ശരി. അപ്പൊ ഇപ്പൊ ഇനിയിപ്പം നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല. പക്ഷെ മുന്നോട്ട് വേറെ സർജറി ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആവാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ഒരു ഫൈനൽ സ്റ്റേജ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഗൗരി എന്താണ് ചോദിക്കാനുള്ളത്? ഇന്ന് നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നതിനേക്കാളും പ്ലസന്റ് ഫേസിലാണ് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. ഇല്ല. ഷംന ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത്രയും ലൈഫ് ഈസി ആയിട്ട് കൊണ്ടു നടക്കുന്നു. പക്ഷെ അല്ല, അതിന് പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള എന്നിട്ടും ഇത്രയും ചിരിക്കാൻ പറ്റുക, ഇത്രയും സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റുക എന്നെല്ലാം പറയുമ്പോണ്ടല്ലോ ഒരുപാട് നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. അതെ. എവിടുന്നാ വരുന്നത്? കാസർഗോഡ്. അപ്പൊ കേരളത്തിന്റെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങനെ വന്നിരിക്കുകയാണ്. സ്കൂളിൽ പോവാനൊക്കെ ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? സ്കൂളില് ഇപ്പൊ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഇപ്പൊ കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. ഗ്രേറ്റ്. ഏത് സബ്ജക്റ്റ് ആണ്? ഞാൻ എക്കണോമിക്സ്. ഓക്കെ. ഇനി പഠിച്ച് എന്തൊരു ഇതിലെങ്കിലും ആഗ്രഹമുണ്ടോ? എന്ത് സബ്ജക്ട് പഠിക്കണം, ഏത് കോഴ്സ്? അങ്ങനെ എനിക്ക് നല്ലൊരു ജോബ് എടുക്കണമെന്നുണ്ട്. അതിന്റെ കൂടെ ഉണ്ട് ഡാൻസും അതിന്റെ കൂടെ വേറൊരു ആഗ്രഹം കൂടി ഉണ്ടെന്ന്. സിനിമയിൽ അഭിനയിക്കണം. സൂപ്പർ. എനിക്ക് തോന്നുന്നു ഇതേപോലുള്ള ഒരു സാമ്യം വരുന്ന ഒരു ക്യാരക്ടർ ഗൗരി ചെയ്തിട്ടുണ്ട് സ്നേഹത്തിൽ അല്ലേ? സോ അതിലപ്പോ ആ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്തപ്പോഴും നമ്മൾ കുറെ ആൾക്കാരെ ഒബ്സർവ് ചെയ്യുന്ന ഒരു ആവശ്യമൊക്കെ വരുമായിരുന്നല്ലോ. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു? ഞാൻ പറഞ്ഞല്ലോ, അന്നും ഒബ്സർവ് ചെയ്തിട്ടില്ല. എന്നോട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിനകത്ത് ചില സീനുകൾ ചെയ്യാൻ. പ്രത്യേകിച്ച് അമ്മ മരിച്ചു എന്ന് അറിയുമ്പം കട്ടിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഒരു അതിന് വീണിട്ട് നമ്മൾ എഴഞ്ഞെഴഞ്ഞ് പോകേണ്ട ആ ഒരു ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ സീൻ അങ്ങനെ ഒരു എത്ര സെക്കൻഡ്, ഒരു മിനിറ്റ് ഹാർഡ്ലി ഉള്ള ആ ഒരു സീന് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് എനിക്ക് തോന്നുമ്പം ജീവിതകാലം മുഴുവൻ ഇത് ഇങ്ങനെ ആ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ, എന്നിട്ടും എനിക്കിപ്പോഴും അതാണ് ഈ ഒരു സന്തോഷം
ഈ ഒരു പോസിറ്റിവിറ്റി, അതെ അതെ ഈ ഒരു കോൺഫിഡൻസ്, എല്ലാത്തിലും ഉപരി ഈ ഒരു കോൺഫിഡൻസ്, അതെ, അതിലാണ് confidence ന് വലിയൊരു കൈയ്യടി തരുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കേണ്ടത് ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. അത് നഷ്ടപ്പെടുന്ന സ്ഥലത്താണ് നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി ഡൗൺ ആവുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു മെന്റലിയും ആൻഡ് ഫിസിക്കലിയും സ്ട്രോങ് തന്നെയാണ് ഷംന. നമ്മളെക്കാളും സ്ട്രോങ് ആണ്. അതെ, നമ്മളെക്കാളും ഒക്കെ സ്ട്രോങ് ആണ്. നമുക്ക് ഫാമിലി കൂടി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. നമസ്കാരം, എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഉമ്മയാണല്ലേ? പേര്? മൈമൂന. എത്ര മക്കളുണ്ട്? 5 കുട്ടികളുണ്ട്. അപ്പൊ ഈ ഡാൻസ് പാട്ടിലൊക്കെ ഷംന ഇത്രയും ആക്റ്റീവ് ആയതിൽ എന്തെങ്കിലും ഒരു ഉമ്മയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുമല്ലോ? ഡാൻസ് ചെയ്യോ? ഇല്ല, ഞാൻ ഡാൻസ് ചെയ്യല. ഇപ്പൊ അവക്ക് പഠിപ്പിച്ചിട്ടെല്ലാം കൊടുക്കും. ആണോ? ചെറിയൊരു ഡാൻസ് ഓടാൻ ഇഷ്ടം. എന്തോ അവക്ക് ഡാൻസ് ഓടാൻ ഇഷ്ടം. ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെ ഡാൻസ് ചെയ്യും, എന്താവും എന്നൊക്കെ? അത് പേടിയുണ്ടായിരുന്നു. എന്തെങ്കിലും എല്ല് പൊടിയൊന്നും അസുഖമല്ലേ. അതെ. പിന്നെ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് അവൾ ഇരിക്കാനല്ല തുടങ്ങിയത്. അതിന് ശേഷം പിന്നെ ഡാൻസ് കഴിയുമ്പോ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇല്ല, അതുവരെ കടുപ്പിലാന്നുണ്ടായിരുന്നു. അതെ 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 അതെ. അതേപോലെ തന്നെ മോനുള്ളത്. ഇത് ഇളയ മോനാണ് അല്ലേ? ഇളയ മോൻ. ആയി കണ്ണടയൊക്കെ എടുത്ത് വെച്ചല്ലോ. ഹലോ ഹലോ, എന്താണ് വിശേഷം? വിശേഷം അങ്ങനെ ഒന്നുമില്ല. അത്രയൊന്നുമില്ല, സന്തോഷായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ആ